Dear students, today I want to discuss the Neet previous year questions. Thermal properties of matter എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് പാർട്ടുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ഒരു 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ 50-ലധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മോർ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം ദ കലറിമെട്രി ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. വി ക്യാൻ ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദീസ് 3 points. The first one is the thermometry and the thermal expansion, then calorimetry, heat transfer, and the next one, a very important concept, the Newton's law of cooling. സോ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. റെസ്റ്റ് ഓൺ ദ പാർട്ട് 2. The first question. A copper rod of 88 centimeter and an aluminium rod of unknown length have their increase in length independent of increase in temperature. The length of the aluminium rod is. അപ്പോൾ നമുക്കറിയാം വേരിയേഷൻ ഓഫ് എ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് L0 into 1 plus alpha delta theta. So that is the very important concept. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് വേരിയേഷൻ ഓഫ് we can just arrange this one like this one, L0 alpha delta theta ആയിട്ട് എടുത്താൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് L കൊണ്ടുവന്നാൽ ദാറ്റ് ഈസ് L മൈനസ് L0 നമുക്ക് കിട്ടി എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ ദിസ് ഡെൽറ്റ എൽ ബൈ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് സെഡ് ടു ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ട് കേസസിൽ അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ വി ക്യാൻ ഈസിലി റൈറ്റ് ദ കൺസെപ്റ്റ് ദിസ് ഈസ് ഫോർ say copper, we can say L copper alpha copper should equal to for aluminium that L Al into alpha Al. So ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what is the length of the aluminium. So L Al is equal to L copper into alpha copper by alpha aluminium. So that is equal to എന്താണ് L copper 88 into alpha copper. Linear expansivity for the copper is given as 1.57 into 10 to the power of minus 5 by 2.2 into 10 to the power of minus 5. So that is equal to around 68 centimeter. So we can quote the answer as a D choice. The second question, same concept ulla oru question aanu. The coefficient of linear expansion of brass and steel are, so brass and steel, it is given as alpha 1 and alpha 2. The length of the brass and steel rods are L1 and L2. If L2 minus L1 is maintained same at all temperatures, then which one of the following relations are there? Are holds good. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട നേരത്തെ കൺസെപ്റ്റ് ഓർക്കണം. അപ്പോൾ ഇവിടെ ദറ്റ് വി നോ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് L into the original temperature into alpha into that delta theta എന്നൊരു കൺസെപ്റ്റ് നമുക്ക് വ്യക്തതയോടെ നമുക്കറിയാം. ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് സെയിം അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്നാണ് പറയുക. സോ ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദ ചേഞ്ചിങ് ലെങ്ത് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദാറ്റ് ടെമ്പറേച്ചർ. സോ ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് delta L by that delta theta is a constant. So we can say for the two cases again, for first one as L1 alpha 1, it should be equal to L2 alpha 2. So that is the concept there. So based on that again
we get the D as the choice. Alpha 1 L1 equal to alpha 2 L2. Number 3. The value of coefficient of volume expansion of glycerin is 5 into 10 to the power of minus 4 Kelvin raised to minus 1. The fractional change in density of glycerin for rise of temperature 40 degrees Celsius. See, here the gamma, the volume expansivity is given as 5 into 10 to the power of minus 4 Kelvin raised to minus 1. നമുക്ക് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി വിത്ത് ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ആഫ്റ്റർ എ ടെമ്പറേച്ചർ ടി ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ ബൈ 1 പ്ലസ് ഗാമ ഡെൽറ്റ തീറ്റ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ അതിനെ നമുക്ക് ബൈനോമിയൽ തിയറം ബേസ് ചെയ്ത് ഇച്ചിരി കൂടെ സിംപ്ലിഫൈ ആക്കാൻ നമുക്ക് പറ്റും. ആസ് റോ 0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ തീറ്റ റൈസ് ടു മൈനസ് 1. ബൈനോമിയൽ തിയറം വെച്ച് നമുക്കറിയാം 1 പ്ലസ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് ഇഫ് എക്സ് വെരി മച്ച് ലെസ് ദാൻ 1 വി ക്യാൻ ടേക്ക് ദിസ് വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഗാമയൊക്കെ വളരെ ചെറുതായതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം 1 മൈനസ് ഗാമ ഡെൽറ്റ തീറ്റ. അപ്പോൾ അതൊരു അസ്യൂംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസംഷൻ ഉള്ള ഒരു ഇക്വേഷൻ ആണെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ ഇവിടെ so we can write it to be as rho 0 minus rho 0 gamma delta theta. അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ സേ ദാറ്റ് റോ ഡാഷ് മൈനസ് റോ 0 ദാറ്റ് ഡിവിഷൻ ബൈ. സോ നമുക്ക് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഇൻ മോഡുലസ് വി ഗെറ്റ് ദ വാല്യൂ റോ 0 ഗാമ ഡെൽറ്റ തീറ്റ. ദാറ്റ് മീൻസ് നമുക്ക് ഈ മൈനസ് സൈൻ നമുക്ക് മാറ്റി ഉള്ളിലോട്ടെടുക്കാം. സോ റോ 0 മൈനസ് റോ ഡാഷ്. സോ നമുക്കതിനെ ഡെൽറ്റ റോ ആയിട്ട് എടുത്താൽ ബൈ റോ 0 എന്ന് പറയുന്നത് നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഗാമ ഇൻറ്റു ഡെൽറ്റ തീറ്റ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. ആൻഡ് ഗാമ ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 4 ഇൻറ്റു ഡെൽറ്റ തീറ്റ. സോ ദ ഡെൽറ്റ തീറ്റ ഈസ് 40. So we get the value as is equal to 0.02. So that is a value. We can take A as the answer for the problem. We can move to the question number 4. The density of water at 20 degrees Celsius is 998 kilogram per meter cube, and at 40 degrees Celsius is 992. The coefficient of volume expansion of water is. So നമുക്ക് രണ്ട് കേസസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷനിൽ നമുക്ക് പറയാം റോ 1 ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 മൈനസ് ഗാമ ഡെൽറ്റ തീറ്റ. രണ്ടാമത്തെ കേസിൽ നമുക്ക് പറയാം റോ 2 ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 മൈനസ് ഗാമ. അത് ഫസ്റ്റ് കേസായിട്ട് ഇത് സെക്കൻഡ് കേസായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്താൽ ഇപ്പോൾ റോ 1 ബൈ റോ 2, റോ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ എസ് 998 ബൈ 992 എന്ന് പറയുന്നത് 1 മൈനസ് ഗാമ ഇൻറ്റു 20 ബൈ ദറ്റ് 1 മൈനസ് ദറ്റ് ഗാമ ഇൻറ്റു 40. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സോ വി ഗെറ്റ് ആസ് 998 മൈനസ് ഗാമ ഇൻറ്റു 40 into 998 equal to 992. That is crossing in this way minus gamma into 20 into 992. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവന്നാൽ വി ഗെറ്റ് ദ വാല്യൂ 998 മൈനസ് 992 എന്ന് പറയുന്നത് 6 ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് പോസിറ്റീവ് ആയിട്ട് മാറുകയാണ്. So gamma into 40 into 998 minus gamma into 20 into 992. അപ്പോൾ ഇതിലൊന്ന് നമുക്ക് ഗാമ ഇൻറ്റു 20 ഇൻറ്റു ഒരു 100 കൂടെ നമ്മളൊന്ന് കോമൺ ആയിട്ട് എടുത്താൽ വി ഗെറ്റ് ദ വാല്യൂ 2 ഇൻറ്റു ഫ്രം 100 എടുത്തത് കൊണ്ട് 9.98 മൈനസ് 9.92. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു 2 ഇൻറ്റു
10 cube, that is this value, into, that is 10.04, that is the value as 6, and we can solve gamma is equal to 6 by, that is 2 into 10 cube into 10. So that is equal to, we get the value as is equal to 3 into 10 to the power of minus 4 per degree Celsius. So we can say B as the answer for the problem. We can go with a question number 5 based on temperature scale. On a new scale of temperature which is linear and is called W scale, the freezing and the boiling points of water are 39 degree and 239 respectively. What will be the temperature on new scale corresponding to a temperature of 39 degrees Celsius on the Celsius scale? അപ്പോൾ നമ്മൾ ഏതൊരു ടെമ്പറേച്ചർ സ്കെയിലാണെങ്കിലും വി ഷുഡ് നോ ഇറ്റ്സ് വാല്യൂ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സാധാരണ രൂപത്തിൽ നമ്മൾ നമ്മുടെ 0 ഡിഗ്രി സെൽ അല്ലെങ്കിൽ ഫ്രീസിങ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ദെൻ ദ അപ്പർ ഫിക്സഡ് പോയിന്റ്, ദാറ്റ് ഈസ് ദ ബോയിലിംഗ് പോയിന്റ്, മൈനസ് LFP എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചർ സ്കെയിലാണെങ്കിലും കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ന്യൂ സ്കെയിൽ ബേസ് ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ W മൈനസ് ഇറ്റ്സ് ലോവർ ഫിക്സഡ് പോയിന്റ് ആസ് 39 ബൈ upper fixed point as 239 minus 39. So that is equal to for the degree Celsius scale നമുക്ക് അവിടെ Celsius value എന്ന് പറയുന്നത് 39 ആണ് തന്നിരിക്കുക. 39 means its lower point by upper fixed point, that is 100 minus 0. So that is equal to നമുക്ക് 39 by 100 എന്ന് നമുക്ക് എഴുതാം. That is W minus 39 by that 239 minus 39 we get as 200, so 100 cancel. So W minus 39 എന്ന് പറയുന്നത് we get the value as 78. So from that we get W is equal to as 78 plus 39. So that is equal to 170 that degree. That means B is the answer for the problem. So we can move with the question number 6 and 7. But ഈ രണ്ട് ചോദ്യങ്ങളും based on a special concept that is called thermoelectricity. അത് കഴിഞ്ഞ NCERT വേർഷൻ റിവിഷന് മുന്നേ ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എക്സാമിന് അത് സിലബസിൽ ഉള്ളതല്ല. എന്നിരുന്നാൽ I will give just the answer. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് വെച്ച് തന്നെ രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാനും പറ്റും. If the cold junction of a thermocouple is kept at 0 degree Celsius and hot junction is at T degree Celsius, then the relation between the neutral temperature and the temperature of inversion is, സാധാരണ ന്യൂട്രൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് it is equal to that inversion temperature plus the temperature of the cold junction, that division by 2. ഇവിടെ ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡ് ജംഗ്ഷൻ 0 ആയി മാറുന്നത് കൊണ്ട് Ti/2 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതേ ഇക്വേഷൻ നമുക്ക് വെച്ചാൽ ഈ ക്വസ്റ്റ്യന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കാം. സോ ദ നെക്സ്റ്റ് വൺ, മെർക്കുറി തെർമോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ അപ് ടു. അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാവുന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെങ്കിലും വേരിയബിൾ ആയിട്ടുള്ള തെർമോമെട്രിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഉപയോഗിക്കുക ടു മെഷർ ദ ലെങ്ത്. ഇപ്പം മെർക്കുറി തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ദ വോളിയം എക്സ്പാൻഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വോളിയം എക്സ്പാൻഷൻ ഓഫ് മെർക്കുറി അത് നമ്മൾ ടെമ്പറേച്ചറുമായിട്ട് ലിങ്ക് ചെയ്താണ് നമുക്ക് മെഷർമെൻറ്റ് നടത്തുന്നത്. അത് ബേസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് -30 ഡിഗ്രി സെൽഷ്യസ് ടു 357 ഡിഗ്രി സെൽഷ്യസ്. സോ ദിസ് ഈസ് ദ റേഞ്ച് ദാറ്റ് ഈസ് അലോട്ടഡ് ഫോർ മെർക്കുറി തെർമോമീറ്റർ. പെർഫെക്റ്റ് ആയിട്ടുള്ള വേരിയേഷൻ നമുക്ക് മനസ്സിലാകുന്ന കൺസെപ്റ്റ് എന്നർത്ഥം. സോ അതുകൊണ്ട് വി ക്യാൻ കോഡ് ദ ആൻസർ as ദ സി ചോയ്സ്. ദ 9th question, a centigrade and a Fahrenheit thermometer are dipped in boiling water.
The water temperature is lowered until the Fahrenheit thermometer registers 140. What is the falling temperature as registered by the centigrade thermometer? അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫാരൻഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ നമുക്കറിയാം എക്സ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഫാരൻഹീറ്റുമായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 140 ആണ്. -32 ഡിവിഷൻ ബൈ 180 എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു നമ്മളുടെ സെൽഷ്യസുമായിട്ട് എടുക്കുമ്പോൾ C-0 ഡിവിഷൻ ബൈ 100 ആണ്. സോ അത് ബേസ് ചെയ്തിട്ട് C cancel, this become 5 and this become 9. So 140 minus 32, that is equal to 108 into 5 by 9 എന്ന് പറയുന്നത് C ആണ്. So we get the value as is equal to 60 degrees Celsius. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടായിരിക്കുന്ന falling temperature ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി ബോയിലിംഗ് ടെമ്പറേച്ചറിൽ നിന്നാണ് അത് ഫോളോ ചെയ്തത്. ഇപ്പോൾ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ആണ്. സോ 100 minus 60 ആണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 40 degree Celsius. So we can take C as the answer. കലോറിമെട്രിയും ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. 10th question. A deep rectangular pond of surface area A containing water with a density rho, the specific heat capacity S, is located in a region where the outside air temperature is at a steady value of -26 degrees Celsius. The thickness of the frozen ice layer in this pond at a certain instant is X. Taking the thermal conductivity of ice as capital K and its specific latent heat of fusion as L, the rate of increase of thickness of ice layer at this instant would be given by. Say, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൊമെൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള തിക്നെസ് ഓഫ് ഐസ് എന്ന് പറയുന്നത് നമുക്കൊരു അസംഷൻ നടത്താം എക്സ് ആണെന്നിരിക്കട്ടെ. ഓരോ സെക്കൻഡിലും അഡീഷണലായിട്ട് തിക്നെസ് കൂടുന്നത് ഇൻ എ ടൈം ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് ആയിട്ട് നമുക്കെടുക്കാം. സോ ഡി എക്സ് തിക്നെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻ എ ടൈം ഡി ടി ആണെങ്കിൽ. ദാറ്റ് കീപ്പ് ഇൻ മൈൻഡ്. നമുക്കറിയാം കണ്ടക്ടിവിറ്റിയുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് ത്രൂ ദ ഐസ് that is equal to K into area into K into A into the change in temperature, that division by that thickness. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഫ്രോസൺ ആകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ നിന്നുള്ള എനർജി പുറത്തേക്ക് കളയപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഇവന് വേണ്ട എമൗണ്ട് ഓഫ് എനർജി, ഫ്രോസൺ ആകാൻ വേണ്ട എനർജി പുറത്ത് നിന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ ഡി എസ് തിക്നെസ്സോ ഉള്ള മെറ്റീരിയൽ ഫ്രോസൺ ആകാൻ വേണ്ട എമൗണ്ട് എന്താണ്, എനർജി എന്താണ്? അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്രോസൺ എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ എം ഇൻറ്റു എൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡി ക്യു ബൈ ഡി ടി, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ടു ബി ഡി ക്യു എന്ന് പറയുന്നത് സോ എം ഇൻറ്റു എൽ ഇൻ എ ടൈം ഡി ടി ആണെങ്കിൽ we can write it to be equal to K into its area into that change in temperature, that division by its thickness. So ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മാസ്സാണ് അല്ലേ. അപ്പോൾ അവൻ്റെ ഏരിയ എ ആണെങ്കിൽ തിക്നെസ് ഡി എക്സ് ആണെങ്കിൽ
വോളിയം എന്ന് പറയുന്നത് നമുക്ക് എ ഡി എക്സ് എന്ന് കൊടുക്കാം. ഐസിൻ്റെ ഡെൻസിറ്റിയുടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മാസ് കിട്ടിയില്ലേ. ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഡി ടി ഈ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ ഓക്കെ ഡി എക്സ് ബൈ ഡി ടി നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. കെ ഇൻറ്റു ഏരിയ ഇൻറ്റു എന്താണ് ഡി തീറ്റ. ഡി തീറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. സോ 26 മൈനസ് 0 ദ ഡിവിഷൻ ബൈ ദ ഗിവൺ തിക്നെസ് ആസ് എക്സ്. അപ്പോൾ നമുക്ക് വേണ്ടത് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഇൻക്രീസ് ഓഫ് തിക്നെസ് ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഈ റിലേഷനിൽ നിന്ന് നമ്മൾ എഴുതാം. എ നമുക്ക് ക്യാൻസൽ ആക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ദാറ്റ് 26 ഡിവിഷൻ ബൈ എക്സ് ഇൻറ്റു റോ ഇൻറ്റു എൽ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. So we can say D is the answer for the problem. So അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, ആ ഫ്രോസൺ ആകാൻ വേണ്ട എമൗണ്ട് ഓഫ് എനർജി നമുക്ക് കണ്ടക്ഷൻ വഴി അവിടെ കിട്ടുകയാണ്. സോ ഫ്രോസൺ ആകാനുള്ള എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് എം ഇൻറ്റു എൽ ആണെന്ന് നമുക്കറിയാം. സോ വി ഗെറ്റ് ദ ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 11. The power radiated by a black body is P and it radiates maximum energy at wavelength lambda 0. If the temperature of the black body is now changed so that it radiates maximum energy at wavelength 3/4 lambda 0, the power radiated by it becomes Np, then the value of N is. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വേവലെങ്തും ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന equation, that is a very important one, Wien's displacement law. അവിടെ നമുക്കറിയാം ദാറ്റ് വേവലെങ്ത് മാക്സിമം ഇൻറ്റു കറസ്പോണ്ടിങ് അബ്സലൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് വിയൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. അത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പോൾ രണ്ട് കേസസിലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ലാംഡ 1 T1 എന്ന് പറയുന്നത് ലാംഡ 2 T2 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ അത് ലാംഡ 0 എന്നാണ് നമ്മളോട് പറയുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ T ആണെങ്കിൽ, രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഈസ് 3/4 ലാംഡ 0 കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ T ഡാഷ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ബി T ഡാഷ് ഇസ് ഈക്വൽ ടു 4/3T. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് ബോഡി കൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ എമൗണ്ട് ഓഫ് എനർജി that is transferred per unit time per unit area എന്ന് പറയുന്നത് സ്റ്റിഫാൻസ് നിയമപ്രകാരം ഇറ്റ് ഈസ് ഈക്വൽ ടു 4th പവർ ഓഫ് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു T⁴. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് ആയിട്ട് നമുക്ക് എടുക്കുമ്പോൾ P2 by P1 it is given as is equal to N equal to T2 by T1 raised to 4. സോ എന്താണ് T2? ഇവിടുത്തെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 4/3 T by T raised to 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അവിടെ 4 എന്ന് 4 raised to 4/3 raised to 4. So that is equal to 256/81. So that is the answer. So we get D as the answer for the problem. We can move with the question number 12. Two rods A and B of different materials are welded together. Their thermal conductivities are K1 and K2. The thermal conductivity of the composite rod will be. അപ്പോൾ ഈ തന്നിരിക്കുന്ന അതേ ഡയമെൻഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹീറ്റ് എനർജി ഫ്ലോ ഇങ്ങനെയാണ് നടക്കുക അല്ലേ. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ, അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് കേസും ഇത് സെക്കൻഡുമായിട്ട് എടുത്താൽ ആ ഹീറ്റ് ഫ്ലോ ഇവിടെ കൂടെ രണ്ടായിട്ട് ഡിവൈഡഡ് ആണ് അല്ലേ. അപ്പോൾ ആ ടോട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് വൺ പ്ലസ് ഫോർ ദ സെക്കൻഡ് വൺ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ സാധാരണ രൂപത്തിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള
ഒരു ഒരൊറ്റ വാല്യൂ ആയിട്ട് ഒരൊറ്റ കോമ്പോസിറ്റ് കേസായിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടക്ടിവിറ്റി കെ ആണെങ്കിൽ അതിൻ്റെ ഏരിയ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഇൻ ടോട്ടലായിട്ട് നമുക്ക് എടുത്താൽ ഇതിൻ്റെ ഏരിയ എ ആയിട്ടും ഇതിൻ്റെ ഏരിയ എ ആയിട്ട് നമ്മൾ എടുത്താൽ ഇതിനെ ഒരൊറ്റ എണ്ണമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഏരിയ 2a ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് T2 മൈനസ് T1 ബൈ ലെങ്ത് എന്ന് പറയുന്നത് d ആയിട്ടാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആദ്യത്തെ അപ്പർ പാർട്ട് മാത്രം എടുക്കുമ്പോൾ അവൻ്റെ കണ്ടക്ടിവിറ്റി K1 ആണ്, ഏരിയ എ ആണ്. അവിടത്തെയും രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആയിട്ടും തിക്നെസ് സെയിം ആയിട്ടും തുടരുകയാണ് എങ്കിൽ രണ്ടാമത്തെ പാർട്ട് ബിക്ക് നമുക്ക് എങ്ങനെ എഴുതാം? K2 ഇൻറ്റു എ ഇൻറ്റു ദാറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് T2 മൈനസ് T1 ഡിവിഷൻ ബൈ ഡി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിലെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ സോ വാട്ട് ഈസ് ആൻസർ? സോ K ഇൻറ്റു 2 എന്ന് പറയുന്നത് വി ഗെറ്റ് ആസ് K1 പ്ലസ് K2. So we get the equation for K is equal to K1 plus K2, that division by 2. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത്. നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എഫക്റ്റീവ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് K1 plus K2 by 2 ആണ്. അതേ സ്ഥാനത്ത് അതിന് പകരം സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ ഓർക്കണേ 2K1 K2 ഡിവിഷൻ ബൈ K1 plus K2 ആയിരിക്കും. So that is the concept. We can move with the 13th one. A spherical black body with a radius 12 centimeter radiates 450 watt power at 500 Kelvin. If the radius were halved and the temperature doubled, the power radiated in watt would be. So നമുക്ക് റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുക. പവർ എന്ന് പറയുന്നത് 450 ആണ്, അറ്റ് ടെമ്പറേച്ചർ 500 ആണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്റ്റിഫാൻസ് ലാ ബേസ് ചെയ്ത് എനർജി പെർ യൂണിറ്റ് ടൈം ഏരിയ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു ടി റൈസ് ടു 4 ആണ്. അപ്പോൾ നമുക്ക് പവർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതിയാൽ സിഗ്മ എ ഇൻറ്റു ടി റൈസ് ടു 4 ആണ്. അപ്പോൾ ഫോർ ദ ടു കേസസ് നമുക്ക് എങ്ങനെ എഴുതാം? P2 ബൈ P1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ദാറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് R2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4πr² എന്നുള്ള കൺസെപ്റ്റിൽ R2 സ്ക്വയർ ഡിവിഷൻ ബൈ R1 സ്ക്വയർ ഇൻറ്റു T2 സ്ക്വയർ ഡിവിഷൻ ബൈ T1 സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ പറയുന്നത് റേഡിയസ്, സെക്കൻഡ് കേസിൽ ദ റേഡിയസ് ഈസ് ഹാവ്ഡ് എന്നാണ്. അപ്പോൾ R2 എന്ന് പറയുന്നത് ഹാവ്ഡ് ആണ്. അപ്പോൾ R1 എന്ന് പറയുന്നത് ഡബിൾ ആണ് എന്നൊരു കൺസെപ്റ്റിൽ നമുക്ക് എടുക്കാം. സോ R2 സ്ക്വയർ ഡിവിഷൻ ബൈ 2R2 സ്ക്വയർ ഇൻറ്റു അടുത്ത ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെക്കൻഡ് കേസിൽ ഡബിൾ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് 2T ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ അത് സോൾവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ഹിയർ ആസ് 1/4 ഇൻറ്റു ആസ്, സോ ബാക്കിയെല്ലാം ക്യാൻസൽ ആയി കഴിയും. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് ഹിയർ 2 റൈസ് ടു 4 ആണ്, അപ്പോൾ 16 ആണ്. സോ വി ഗെറ്റ് ആസ് എ വാല്യൂ ആസ് 4. ദാറ്റ് മീൻസ് പവർ P2 എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 4 ടൈംസ് ആയിട്ട് മാറുകയാണ്. എന്താണ് പവർ ഹിയർ? 450 into 4. So we get the answer as 1800, that much watt. So C is the answer for the problem. 14th, a black body is at a temperature of 5760 K. The energy of radiation emitted by the body at wavelength 250 nanometer is U1. At wavelength 500 nanometer is U2. And that of 1000 nanometer is U3. Wien's constant. Then which of the following is correct? അപ്പോൾ ആ Wien's law ബേസ് ചെയ്തിട്ട് if you just draw the energy radiated out, energy distribution with respect to that wavelength നമുക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ
വി നോ ദ കർവ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. ഇതാണ് അതിൻ്റെ കർവ് എന്ന് പറയുന്നത്. മാക്സിമം ആയിരിക്കും ഇവിടെ സംഭവിക്കുന്ന കേസ്. അപ്പോൾ നമ്മുടെ വേവ് ലെന്ത് കൂടുതലാകുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ 250 ആണ്, പിന്നെ പറയുന്നത് 500 ആണ്, അത് കഴിഞ്ഞിട്ട് 1000 വരുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ആദ്യത്തെ കേസ് നമുക്ക് U1 എന്നാണ് പറയുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ U2 എന്നാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു കർവ് പ്രകാരമായിരിക്കും സംഭവിക്കുക. ഈ മാക്സിമം പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലാംഡ എമ്മിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കൺസെപ്റ്റ് സംഭവിക്കുന്നത് ആ ഒരു ഇക്വേഷൻ, ആ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ കറക്റ്റ് എന്ന് പറയുന്നത്? അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് U2 എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ U1 എന്നാണ് നമുക്ക് ഗ്രാഫിക്കലായിട്ട് പറ്റുക. സോ ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഹിയർ. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 15. A piece of ice falls from a height h so that it melts completely. Only 1/4 of heat produced is absorbed by the ice and all energy of ice gets converted into heat during its fall. The value of H is. അപ്പോൾ 1/4 of the heat produced is absorbed by the ice. അപ്പോൾ സ്വാഭാവികപരമായിട്ട് ആ ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ്. പക്ഷെ അതിൽ ഉപയോഗിക്കുന്നത് 1/4 ആണ്. സോ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? mgh എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ 1/4 എന്ന് പറയുന്നത് അവിടെ എനർജി മെൽറ്റ് ആകാൻ ഉപയോഗിക്കുന്നു. സോ ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H ആണ് അല്ലേ. സോ H is equal to 4 into L the division by G. ഈ ഒരു പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും SI സിസ്റ്റം ഉപയോഗിക്കുവാൻ ശ്രദ്ധിച്ചിരിക്കുക. കാരണം CJ സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ കൂടെ യൂസ് ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യം ഓർക്കുക. സോ 4 into that L latent heat, it is given as 3.4 into 10 to the power of 5 by 10. That is equal to 136 kilometer. So we can take C as the answer. Number 16. On observing light from 3 different stars PQR, it was found that the intensity of violet color is maximum in the spectrum of P. So violet നമ്മൾ അഷ്യൂർ ചെയ്യുമ്പോൾ അവിടെ P ആണ്. The intensity of green color, green for R, and intensity of red color is maximum in the spectrum of Q. So the red for Q. If TP, TQ and TR are the respective absolute temperature of PQR, then it can be concluded from the above observations that. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമുക്കറിയാം. ദ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, ദ ലാംഡ മാക്സിമം ഇൻറ്റു അബ്സലൂട്ട് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T. അപ്പോൾ വേവ് ലെന്ത് കൂടിയതിന് ടെമ്പറേച്ചർ കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ വേവ് ലെന്ത് കുറഞ്ഞതിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ വേവ് ലെന്ത് കുറഞ്ഞു വന്നിരിക്കുന്നത് നമ്മളുടെ വയലറ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ temperature of P should be greater than correspondingly R, correspondingly Q. കാരണം Qവിൻ്റെത് മാക്സിമം വേവ് ലെന്താണ്, അതുകൊണ്ട് ടെമ്പറേച്ചർ അവിടെ കുറവായിരിക്കും. We can take A as the answer for 16. Number 17. The two ends of a metal rod are maintained at temperatures 100 and 110. The rate of heat flow in the rod is found to be 4 joules per second. If the ends are maintained at temperatures 200 degrees Celsius and 210, the rate of flow, heat flow will be. So a conductor there, the first case പറയുന്നത് 100 degree Celsiusഉം 110 degree Celsiusഉമാണ്. അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 4 ആയിട്ടാണ് പറയുന്നത്.
അപ്പോൾ നമുക്കറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കെ എ ദറ്റ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ദറ്റ് ഡിവിഷൻ ബൈ ദറ്റ് തിക്നെസ്. ഫോർ ദ സെയിം കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ദ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. കാരണം തിക്നെസ് ഉൾപ്പെടെ മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കേസസുമായിട്ട് എടുക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ ഇറ്റ് ഈസ് ഗിവൻ ആസ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ടു ബി 4 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് Q by T, സോ P1 എന്ന് നമുക്ക് എടുക്കാം. P1 by P2 ദാറ്റ് ഈസ് ഈക്വൽ ടു T2 മൈനസ് T1 ഫസ്റ്റ് കേസ് ബൈ T2 ഡാഷ് മൈനസ് T1 ഡാഷ്. സോ P1 എന്ന് പറയുന്നത് 4 എന്ന് തന്നിട്ടുണ്ട്. 4 by P2 എന്ന് പറയുന്നത് എന്താണ്? T2 മൈനസ് T1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 210 മൈനസ് 200 10 ആണ്. സോ ആദ്യത്തെ കേസാണ് അല്ലേ, ഫസ്റ്റ് കേസാണ്. അപ്പോൾ ഫസ്റ്റിൽ 100 മൈനസ് 110, ഓക്കെ 10 തന്നെയാണ് ബൈ 10. സോ P2 എന്ന് പറയുന്നത് 4 തന്നെയായിട്ട് തുടരുകയാണ്. ദാറ്റ് ഈസ് ജൂൾസ് പെർ സെക്കൻഡ്. സോ സി എസ് ദി ആൻസർ. We can move with the question number 18. Steam at 100 degrees Celsius is passed into 20 gram of water at 10 degrees Celsius. When water acquires a temperature of 80 degrees Celsius, the mass of water present will be. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 20 gram of water ആണ് ആക്ച്വലി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. 20 gram of വാട്ടർ. അപ്പോൾ അതിലേക്ക് അവൻ്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എങ്ങോട്ട് മാറുകയാണ്? 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുന്നു. അതിനെന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമാണ്. അപ്പോൾ സ്റ്റീമിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റീം എന്തായിട്ട് കൺവേർട്ടഡ് ആവും? വാട്ടറായിട്ട് മാറും. ആ കൊടുക്കുന്ന എന്ന് വെച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന സ്റ്റീം അവൻ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനിൽ എന്ത് എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് ഓഫ് എനർജി താഴോട്ട് മറ്റേ വാട്ടറിന് കൊടുക്കുകയാണ്. അപ്പോൾ നഷ്ടപ്പെടുന്ന എനർജി, നഷ്ടപ്പെടുന്ന ആ സ്റ്റീം വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഇവിടുത്തെ വാട്ടർ 1 ആയിട്ടെടുത്ത് ഇവിടുത്തെ വാട്ടർ 2 ആണെങ്കിൽ ആ രണ്ട് എമൗണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് പിന്നെ ആ എക്സ്പെരിമെൻറ്റിൽ ബാലൻസ് നിൽക്കുന്ന വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ നമുക്ക് സിമ്പിളായിട്ട് മാസ് ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ MC ഡെൽറ്റ തീറ്റ ആണല്ലോ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമുക്ക് മാസ് ഓഫ് W1 എന്നതിനെ കൊടുത്ത് CW ഇൻറ്റു ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആസ് 80 മൈനസ് 10. That should be equal to 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമാണ് അല്ലേ. അപ്പോൾ അവിടെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റീമുമായിട്ട് ബന്ധപ്പെട്ട മാസ് ആയതുകൊണ്ട് MS എന്ന് നമുക്ക് കൊടുത്തേക്കാം. ദാറ്റ് ഈസ് കറക്റ്റ് വൺ ഇൻറ്റു ലാറ്റൻ ഹീറ്റ് ഓഫ് S. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും MS എന്താണ് അല്ലേ. MS is equal to MW CW into 70, the division by LS. So that is equal to 20 to specific heat of water, latent heat as a 540. So we get the answer as a 2.5. അപ്പോൾ അവിടെ ഉപയോഗിച്ച സ്റ്റീം എന്ന് പറയുന്നത് 2.5 ആയിരുന്നു എന്ന് വെച്ചാൽ അത് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി അവിടെ 20 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ 2.59 കൂടി. So we can say 22.5, that much water. So D is the answer for the problem. So we can move to the question number 19. A piece of iron is heated in a flame. It first becomes dull red and becomes a reddish yellow, finally turns to white hot. The correct explanation for the above observation is possible by using സാധാരണ അത് പുറത്തേക്ക് വിടുന്ന വേവലെന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് വിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആണ്. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 20.
two metal rods, 1 and 2 of the same length, have the same temperature difference between their ends. Their thermal conductivities are K1 and K2 and cross-sectional areas A1 and A2 respectively. If the rate of heat conduction in rod 1 is 4 times that in rod 2, then so ആദ്യം പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ദാറ്റ് ഈസ് ഡി ക്യൂ ബൈ ഡി ടി. ദ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് ഡി ക്യൂ ബൈ ഡി ടി ഇൻ ദ സെക്കൻഡ് വൺ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് നമ്മുടെ കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ എഴുതുകയാണെങ്കിൽ കെ ഇൻറ്റു area cross section. For the first one it is say A1 into that change in temperature, so that is d theta division by the length. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുക, രണ്ടിൻ്റെ സെയിം ലെങ്ത് ആണ്, സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്ന് ഓർക്കുക. 4 ടൈംസ് രണ്ടാമത്തെ കേസ് K2 ഇൻറ്റു A2 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും ലെങ്ത്തും സെയിം ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷനിലേക്ക് വരാം. K1 A1 എന്ന് പറയുന്നത് 4 ടൈംസ് K2 A2 ആയിരിക്കും. Therefore B ആണ് നമ്മുടെ ചോയ്സ്. We can move with the question number 21. If the radius of a star is capital R and it acts as a black body, what would be the temperature of the star in which the rate of energy production is Q? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇപ്പോൾ സണ്ണുമായിട്ട് ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം the energy transferred per unit time per unit area, അതാണ് നമുക്ക് സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4, ദാറ്റ് ഈസ് ദ സ്റ്റീഫാൻസ് ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് ദ റേറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ, എനർജി പെർ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഈസിലി നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് എ സിഗ്മ ഇൻറ്റു ഏരിയ ഇൻറ്റു ടി റേസ് ടു 4. സോ ദാറ്റ് എനർജി പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ലേബിൾഡ് ആസ് E/2-നെ Q ആയിട്ടാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി റേസ് ടു 4 എന്ന് പറയുന്നത് Q ഡിവിഷൻ ബൈ സിഗ്മ ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ R റേഡിയസ് വരുമ്പോൾ 4πr² ആണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ T ഈസ് ഈക്വൽ ടു Q ഡിവിഷൻ ബൈ സിഗ്മ ഇൻറ്റു 4πr², ദർ റേസ് ടു 1/4. So that is the concept there. So that means D is the answer. We can move with the question number 22. Liquid oxygen at 50 K is heated to 300 K at constant pressure of 1 atmosphere. The rate of heating is constant. Which one of the following graphs represent the variation of temperature with the time? അപ്പോൾ ആദ്യം ഇരിക്കുന്ന 50 കെൽവിനാണ്. 50 കെൽവിനാണ് അവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഉയരുകയാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അത് ബോയിലിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ കൺസെപ്റ്റിങ്ങിനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ബോയിലിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ അവൻ ഗ്യാസായിട്ട് മാറിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് അവിടുത്തെ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുക. ബോയിലിംഗ് പ്രോസസ്സ് വരുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സോ എ ആസ് ദി കറക്റ്റ് ആൻസർ. നമ്പർ 23. എ സ്ലാബ് ഓഫ് സ്റ്റോൺ ഏരിയ 0.36 meter square and thickness 0.1 meter is exposed in the lower surface to steam at 100 degrees Celsius. A block of ice at 0 degrees Celsius rests on the upper surface of the slab. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലാബായിട്ട് വരുന്നതെങ്കിൽ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കേണ്ടതിന് അവൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.36 എന്ന് പറയുന്നു. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.1 മീറ്റർ ആണ്. ബോട്ടത്തിൽ ആ സ്ലാബിൽ നമ്മൾ സ്റ്റീം കൊടുത്തിരിക്കുകയാണ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നമ്മൾ ഐസ് വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഐസ് എന്ന് പറയുന്നതിന് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ ഇൻ 1 hour 4.8 കിലോഗ്രാം ഐസ് ഈസ് മെൽറ്റഡ്. അങ്ങനെയാണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ സ്ലാബ് എന്താണ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് എനർജി പെർ യൂണിറ്റ് ടൈം ദാറ്റ് ഈസ് ത്രൂ കണ്ടക്ഷൻ ദാറ്റ് ഈസ് K ഇൻറ്റു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ തിക്നെസ്. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ഹീറ്റിന് വേണ്ടി നമ്മുടെ മെൽറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
അപ്പോൾ മെൽറ്റഡ് ആകണമെങ്കിൽ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തുമാത്രം എനർജിയാണ് മെൽറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അത് നമുക്കറിയാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ദാറ്റ് ഈസ് ml ഡിവിഷൻ ബൈ ടൈം എന്ന് പറയുന്നത് it is given as is equal to Ka into the change in temperature by x thickness. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K ആണ്. സോ K is equal to mlx division by Ta d theta into T. So that is equal to എന്താണ് ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 4.8 കിലോഗ്രാം ഓഫ് ഐസ് മെൽറ്റഡ് ആയി അല്ലേ. ലാറ്റന്റ് ഹീറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് 3.36 into 10 to the power of 5 ഉണ്ട്. തിക്നെസ് 0.1 എന്നാണ് പറയുന്നത്. ഏരിയ 0.36 എന്നാണ് പറയുക. ദാറ്റ് ചേഞ്ച് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ആണ്. സോ ദ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. സോ 60 minutes into 60 seconds. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ as 1.244. So that much as a unit as the answer. We can move into the question number 24. A cylindrical metallic rod in thermal contact with two reservoirs of heat at its two ends conducts an amount of heat Q in time T. The metallic rod is melted. അപ്പോൾ ആദ്യത്തെ കേസിൽ Q ആണ്, ഇൻ എ ടൈം T എന്നാണ് പറയുക. രണ്ടാമത്തെ കേസിൽ ദ മെറ്റീരിയൽ റോഡ് ഈസ് മെൽറ്റഡ് ആൻഡ് ദ മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ ടു എ റോഡ് ഓഫ് ഹാഫ് ദ റേഡിയസ് ഓഫ് ദ ഒറിജിനൽ റോഡ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ദ ന്യൂ റോഡ് വെൻ പ്ലേസ്ഡ് ഇൻ തെർമൽ കോണ്ടാക്ട് വിത്ത് ദ ടു റിസർവേഴ്സ് ഇൻ എ ടൈം T. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് amount of heat in time T. So that is a Q by T. So that is proportional to ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ dq by dt എന്ന് പറയുന്നത് Ka ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ലെങ്ത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ Q എന്ന് പറയുന്നത് സേ ഇവിടെ dq by dt Q ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ Q by T എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് ഏരിയ ബൈ ലെങ്ത് ആണ്. കാരണം രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് ഓർത്തിരിക്കണം, നമ്മൾ അതിൻ്റെ റേഡിയസിന് വ്യത്യാസപ്പെടുത്തുകയാണ്. ഇപ്പോൾ റേഡിയസ് വ്യത്യാസപ്പെടുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ലെങ്ത്തിന് വ്യത്യാസം വരും. ആ ഒരു പാരാമീറ്റർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷേ രണ്ടിലും വെക്കുന്ന ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് ഇപ്പോൾ നമുക്കിത് ഫസ്റ്റ് കണ്ടീഷനായിട്ട് നമ്മൾ എടുത്താൽ രണ്ടാമത്തെ കേസ് നമുക്ക് Q2 ഡിവിഷൻ ബൈ T എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് കേസ് A2 ബൈ L എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ലെങ്ത്തിനെ കുറിച്ച് ഇവിടെ ഒരു ഇൻഫർമേഷൻ പറയുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴും ഓർക്കേണ്ടത് വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുത്താൽ രണ്ട് കേസസിലായിട്ട് നമുക്ക് എന്ത് പറയാം? A1 L1 ഷുഡ് ഈക്വൽ ടു A2 L2 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ ആസ് Q2 ഡിവിഷൻ ബൈ Q1 എന്ന് പറയുന്നത് സോ സിമ്പിളായിട്ട് A2 ഡിവിഷൻ ബൈ A1 ദാറ്റ് L2 ഡിവിഷൻ ബൈ L1 ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടെ ലെങ്ത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ ദാറ്റ് ഈസ് A2 ബൈ A1 ഇൻറ്റു L1 ബൈ L2 എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് അത് A2 ബൈ A1 ആയിട്ട് നമുക്ക് കിട്ടും. So that is equal to A2 square division by A1 square ആയിട്ട് നമുക്ക് പറയാം. That is equal to ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും റേഡിയസ് സ്ക്വയർ അല്ലേ. അപ്പോൾ R2 raised to 4 ഡിവിഷൻ ബൈ R1 raised to 4 ആയിട്ട് മാറുകയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഹാഫ് ദ റേഡിയസ് എന്നാണ് അല്ലേ. അപ്പോൾ R2 എന്ന് പറയുന്നത് 1/2 ആയിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ അത് റൈസ് ടു 4 ആയതുകൊണ്ട് 1/16 ആയിട്ട് മാറുന്നു. അപ്പോൾ Q2 എന്ന് പറയുന്നത് Q by 16 ആയിട്ട് മാറുകയാണ്. സോ ബി എസ് ദി ആൻസർ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ് 25. Look, the total radiant energy per unit area normal to the direction of incidence received at a distance r from the center of a star of radius r whose outer surface radius as black body at a temperature Tk.
അപ്പോൾ നമുക്ക് ആ ബ്ലാക്ക് ബോഡിയെക്കുറിച്ച് ആദ്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്റ്റീഫൻസ് ലോ പറയുന്നത് എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു ടി റൈസ് ടു 4 ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എനർജി ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ പവർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം സിഗ്മ ഇൻറ്റു 4π അവൻ്റെ സ്റ്റാറിൻ്റെ റേഡിയസ് ഇൻറ്റു ടി റൈസ് ടു 4. ഇതാണ് നമ്മുടെ സണ്ണിനെ ബേസ് ചെയ്തിട്ട് അവൻ്റെ ഒറിജിൻ. പക്ഷെ ഇവിടെ പറയുന്നത് ആ സ്റ്റാറിൽ നിന്ന് അവൻ്റെ റേഡിയസ് ആറായിട്ടാണ് നമ്മൾ എടുത്തത്. ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ എനർജി എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പവർ ബൈ അവിടുത്തെ ദാറ്റ് ഈസ് റേഡിയസ് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം അത് ഒരു സ്പെറിക്കൽ കൺസെപ്റ്റിൽ വരുന്നത് കൊണ്ട് നമുക്ക് പവർ ബൈ 4πr². എന്താണ് പവർ? അത് നമുക്ക് ഗിവൺ ബൈ ദ സൺ എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ പവർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4πr² ടി റൈസ് ടു 4 ഡിവിഷൻ ബൈ 4π ക്യാപിറ്റൽ R². So 4π cancel. You get the value sigma r² division by capital R² into t raised to 4. So that is the intensity there. So we can take the answer as A. So dear students, നമ്മൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ബാലൻസ് 25 വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. തിയറി നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.